രാവിലെ മുതൽ വീട്ടിൽ നിന്ന് മദ്യപാനവും ലഹരി സേവയും ചോദ്യം ചെയ്തത് പകയായി. തുറന്നു കിടന്ന ജനലിലൂടെ നാട്ടുകാർ കണ്ട കാഴ്ച ഭയാനകം. നാടിനെ നടുക്കിയ കൊലപാതകത്തിന്റെ ഞെട്ടലിലാണ് ആലപ്പുഴ ജില്ലയിലെ പുല്ലുകുളങ്ങര ഗ്രാമം. സ്വന്തം മകന്റെ വെട്ടേറ്റ പിതാവിന് ദാരുണാന്ത്യം സംഭവിച്ചതിന്റെ മരവിപ്പിലാണ് നാട്ടുകാർ. പീഡികച്ചിറ നടരാജൻ, ഭാര്യ സിന്ധു എന്നിവരെയാണ് അഭിഭാഷകൻ കൂടിയായ മകൻ നവജിത്ത് ആക്രമിച്ചത്. അക്രമം നടത്തിയ നവജിത്തിനെ കനകക്കുന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഞായറാഴ്ച രാത്രി 9:30-ഓടെയാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത്. സാമ്പത്തികമായി മെച്ചപ്പെട്ട കുടുംബമാണ് നടരാജന്റേത്. പ്രധാനമായും വീടിന്റെയും ബിസിനസ് സ്ഥാപനങ്ങളുടെയും സാമ്പത്തികപരമായ നിയന്ത്രണം നടരാജനായിരുന്നു. ഇതിനെ ചൊല്ലി മകൻ നവജിത്ത് വീട്ടിൽ പതിവായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നുവെന്ന് അയൽക്കാർ പറയുന്നു. ഇന്നലെ രാവിലെ മുതൽ വീട്ടിലിരുന്ന മദ്യപാനവും ലഹരിമരുന്ന് ഉപയോഗവും തുടർന്ന നവജിത്ത് ഇത് മാതാപിതാക്കൾ ചോദ്യം ചെയ്തതോടെയാണ് നിയന്ത്രണം വിട്ട് ആക്രമണം നടത്തിയത്. ഭാര്യയെ പ്രസവത്തിനായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാനിരിക്കെയാണ് ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. വീടിനകത്തു നിന്ന് കരച്ചിലും ബഹളവും കേട്ടാണ് നാട്ടുകാർ ഓടിക്കൂടിയത്. തുറന്നുകിടന്ന ജനലിലൂടെ കണ്ട കാഴ്ച ആരെയും ഭയപ്പെടുത്തുന്നതായിരുന്നു. വിവരമറിഞ്ഞ് പോലീസ് എത്തി വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തു കയറുമ്പോൾ കയ്യിൽ വെട്ടുകത്തിയുമായി ഇരുന്ന നവജിത്ത് പതിയെ മുകൾ നിലയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഏറെ നേരത്തെ മൽപ്പിടുത്തത്തിനൊടുവിലാണ് പോലീസ് ഇയാളെ കീഴടക്കി കസ്റ്റഡിയിലെടുത്തത്. പോലീസ് എത്തുമ്പോൾ രണ്ടുപേർക്കും ജീവനുണ്ടായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ചികിത്സയ്ക്കിടെ നടരാജൻ മരണപ്പെട്ടു. ഭാര്യ സിന്ധു ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. മാവേലിക്കര കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന നവജിത്തിന് 2 സഹോദരങ്ങൾ കൂടിയുണ്ട്. ഇരുവരും ആയുർവേദ ഡോക്ടർമാരാണ്. കുടുംബപരമായ സാമ്പത്തിക നിയന്ത്രണത്തെ ചൊല്ലിയുള്ള തർക്കവും ലഹരിയുടെ സ്വാധീനവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം.